എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് +2 സോഷ്യോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊന്നും ചോദിക്കണമെന്നില്ല. എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ ആ കണ്ടന്റ് നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ, പറയുന്ന കണ്ടന്റ് നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, പ്രിയർ നോളജ് ഈസ് ബോത്ത് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് ഇൻ സോഷ്യോളജി. എക്സ്പ്ലെയിൻ. മുന്നറിവ് സമൂഹശാസ്ത്രത്തിൽ നേട്ടവും കോട്ടവുമാണ്, വിശദമാക്കുക. 6 മാർക്കിനും 3 മാർക്കിനും ചോദിക്കുന്നതാണ്. സമൂഹശാസ്ത്രത്തിൽ മുന്നറിവിൻ്റെ പ്രാധാന്യം, പ്രിയർ നോളജ്. അപ്പം അത് പഠിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ സെൽഫ് റിഫ്ലെക്സിവിറ്റി. സ്വയം പ്രതിപദനം എന്താണെന്ന് നിർവചിക്കുക. 2 മാർക്കിനും 1 മാർക്കിനും ചോദിക്കുന്നതാണ് സെൽഫ് റിഫ്ലെക്സിവിറ്റി. അപ്പോൾ അത് പഠിച്ചു വെക്കണം. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് സോഷ്യൽ മാപ്പ്? എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ. സാമൂഹിക ഭൂപടം എന്നാൽ എന്ത്? ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ജിയോഗ്രഫിക്കൽ മാപ്പ്. ഭൂമിശാസ്ത്ര ഭൂപടം. ഭൂമിശാസ്ത്ര ഭൂപടവും സാമൂഹിക ഭൂപടവും എന്തായാലും പഠിക്കണം. ഭൂമിശാസ്ത്ര ഭൂപടം 2 മാർക്കിനപ്പോൾ ചോദിക്കാൻ ചാൻസുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ പാഠത്തിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. മറ്റുള്ളവർ നമ്മളെ എങ്ങനെ വീക്ഷിക്കുന്നുവെന്നും പുറമേ നിന്നുകൊണ്ട് സ്വയം വീക്ഷിക്കുവാനുള്ള കഴിവിനെ ഡാഷ് എന്ന് പറയുന്നു. ദ എബിലിറ്റി ടു നോ how others look at us and the ability to look at ourselves from outside is called dash. What? സെൽഫ് റിഫ്ലെക്സിവിറ്റി അഥവാ സ്വയം പ്രതിപദനം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്വകാര്യ പ്രശ്നങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പഠിച്ച് സമൂഹശാസ്ത്രജ്ഞനാര്? നമ്മൾ +1 തൊട്ടേ പഠിക്കുന്നതാണല്ലേ. ആരാണ്? ഹൂ ഈസ് ദ സോഷ്യോളജിസ്റ്റ് ദാറ്റ് സ്റ്റഡീഡ് ദ റിലേഷൻ ബിറ്റ്വീൻ പ്രൈവറ്റ് പ്രോബ്ലംസ് ആൻഡ് സോഷ്യൽ പ്രോബ്ലംസ്? ആരാണ്? C.W. മിൽസ് അല്ലെങ്കിൽ C. റൈറ്റ് മിൽസ് ആണ് പഠിച്ചത്. അപ്പം ഇത്രയും കാര്യങ്ങളെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. പിന്നെ പട്ടിക തിരിച്ച ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ സോഷ്യൽ പ്രോബ്ലംസും പേഴ്സണൽ പ്രോബ്ലംസും, അതായത് സാമൂഹിക പ്രശ്നങ്ങളും വ്യക്തിപരമായ പ്രശ്നങ്ങളും. അതിലെന്തൊക്കെയാണ് വരുന്നത്? നമ്മുടെ ഉത്കണ്ഠ വരും, ആൻസൈറ്റി, അങ്ങനെ ടെൻഷൻ, പിന്നെന്താണ് ജനറേഷൻ ഗ്യാപ്പ്, അങ്ങനത്തെ ഇത് വരുന്നില്ല. അതൊക്കെ നിങ്ങൾ പട്ടികയായിട്ട് വരുന്നതാണ്. അതും നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഇത്രയും ഈ പാഠത്തിൽ നിന്ന് പഠിക്കാനുള്ളൂ. ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്ററുമായിട്ട്, സോഷ്യോളജിയുടെ സെക്കൻഡ് ചാപ്റ്ററുമായിട്ട് നമുക്ക് കാണാം.